എല്ലാവർക്കും നല്ല നമസ്കാരം. നല്ല മഴ പെയ്യുന്നുണ്ട്. ഇത് എൻ്റെ ഈ പിറകിൽ കാണുന്ന സംഭവം എന്താണെന്നറിയോ? ബീവറേജ് കോർപ്പറേഷൻ്റെ വെയർഹൗസാണത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 10ഓളം വരുന്ന ഔട്ട്ലെറ്റുകളിലേക്ക് മദ്യം സൂക്ഷിക്കുന്ന ഒരു വെയർഹൗസാണത്. ഇപ്പോൾ എന്താണ് ഇതിൻ്റെ കുഴപ്പം? ഇതിൻ്റെ കുഴപ്പത്തെപ്പറ്റി പറയുന്നതിനേക്കാൾ മുന്നേ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ഈ സംസ്ഥാന ഗവൺമെൻറ്റിനൊരു നയമുണ്ട്. ഗവൺമെൻറ്റുകളും സർക്കാരുകൾക്കൊക്കെ ഒരു നയമുണ്ട്. ആ നയം എന്ന് പറയുന്നത്, ഇടതുപക്ഷ ഗവൺമെൻറ് നയം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ തൊഴിലാളികളോട് ചേർന്ന് നിൽക്കുന്ന നയമാണ്. തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ എന്നും നിലകൊണ്ടിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞത് നയവ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ തൊഴിലാളികളെ പെരുവഴിയിലാക്കുന്ന സമീപനങ്ങളാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് എൻ്റെ ഈ പിറയിൽ കാണുന്ന 2008 ഇവിടെ ചാലക്കുടിയിൽ ആരംഭിച്ച ഈ വെയർഹൗസിൻ്റെ പ്രവർത്തനം നിലയ്ക്കാൻ പോകുന്നു എന്നൊരു വാർത്ത വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സംഭവം? നമുക്കറിയാം, രാജേഷ് മന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്താണ് പറയുന്നത്? 2012-13 243 ലക്ഷം കേസ് സപ്ലൈ ചെയ്തിരുന്നെങ്കിൽ 2022-23 വർഷത്തിൽ അത് 20 ലക്ഷത്തിൽ അതിന് കുറവ് വന്നിരിക്കുന്നു, മദ്യത്തിൻ്റെ ഉപയോഗത്തിൽ കുറവ് വന്നിരിക്കുന്നു എന്നൊരു കാര്യം പ്രതിപാദിച്ചുകൊണ്ട് മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് ശരിയാണെങ്കിൽ അത് മന്ത്രിയാണ് പറഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്നു. അത് ശരിയാണെങ്കിൽ പിന്നെ മറ്റൊരു ഭീമാകാരമായിട്ടുള്ളൊരു വെയർഹൗസിൻ്റെ ആവശ്യം എന്തിരിക്കുന്നത്? ഏകദേശം 23,000 ചില്ലറ സ്ക്വയർ ഫീറ്റിന് മേലെ നിൽക്കുന്ന ഈ വെയർഹൗസ് കെട്ടിടത്തിൽ ഇനിയും 30% സ്ഥലം ബാലൻസ് ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുമ്പിടിയിലുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ കോമ്പൗണ്ടിലേക്ക് 47,000 ചില്ലറ വരുന്ന ഒരു വലിയ ഭീമാകാരമായിട്ടുള്ളൊരു ഗോഡൗണിലേക്ക് ഈ വെയർഹൗസ് മാറ്റാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത പരക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ തൊഴിലാളികൾ ആശങ്കയിലാണ്. 50ഓളം വരുന്ന തൊഴിലാളികൾ, 50ഓളം വരുന്ന ഡ്രൈവർമാർ, 100ഓളം വരുന്ന കുടുംബങ്ങൾ പട്ടിണിയിലേക്ക്, വറചട്ടിയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഈ തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം. എന്തിനാണ് ഇപ്പോൾ ഇത്? ഏകദേശം ഈ പറയുന്ന വെയർഹൗസിൻ്റെ വാടക ഇനത്തിൽ വരുന്ന 4 ലക്ഷത്തിന് മേലെ വരുന്ന വാടക ഗവൺമെൻറ്റിന് തന്നെയാണ് കിട്ടുന്നത്. അങ്ങനെ ഇരിക്കെ 47,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഭീമാകാരമായ ഗോഡൗണിന് ഏകദേശം 8 ലക്ഷത്തിന് മേലെ വരുന്ന വാടക കിട്ടുന്നത് സ്വകാര്യ വ്യക്തി PT ഡേവിസ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ വ്യക്തിക്കാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്തിനു വേണ്ടിയാണ് ഈ തൊഴിലാളികളെ പെരുവഴിയിലാക്കിക്കൊണ്ട്, ഇവരുടെ കുടുംബങ്ങളെ വറചട്ടിയിലാക്കിക്കൊണ്ട് ഈ സ്വകാര്യ വ്യക്തിക്ക് കൂടെ നിൽക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ളൊരു ഇടപെടൽ ഗവൺമെൻറ് ചെയ്യുന്നത്? ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും അഴിമതികൾ നടന്നിട്ടുണ്ടോ? ഈ തൊഴിലാളികൾ രോഷാകുലരാണ്. അവർ സമരം നയിച്ചു. ആ സമരത്തിന് ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ സപ്പോർട്ടുണ്ടായിരുന്നു, കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയൊക്കെ. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ തകൃതിയായിട്ട് അവിടെ പണികൾ നടക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട്, വെയർഹൗസുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ ഈ തൊഴിലാളികൾ ആശങ്കാകുലരാണ്. അതുമാത്രമല്ല, അവർ വലിയ പരിഭ്രാന്തിയിലാണ്. അവരുടെ ജോലി മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ വലിയൊരു അഴിമതി നടന്നിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഗൂഢമായ നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. അത് പുറത്തു കൊണ്ടുവരണം എന്ന് തന്നെ ഈ തൊഴിലാളികളിലെ ആത്മാർത്ഥതയോടുകൂടി സർക്കാരിനെ കാണുന്ന, ഇടതുപക്ഷത്തെ കാണുന്ന, ഈ ഗവൺമെൻറ്റിനെ കാണുന്നവർ തന്നെ നിലപാടെടുത്തിരിക്കുകയാണ്. എന്താണ് ഈ വെയർഹൗസുമായി ബന്ധപ്പെട്ട പ്രശ്നം? ഈ വെയർഹൗസ് ഇവിടെ നിന്ന് മാറ്റി ഇത്രയും വലിയ ഒരു ഭീമാകാരമായിട്ടുള്ള ഒരു ഗോഡൗണിലേക്ക് സ്വകാര്യ വ്യക്തിക്ക് ലാഭം കിട്ടുന്നതിന് വേണ്ടി മാത്രം മാറ്റുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ഈ പാവപ്പെട്ട തൊഴിലാളികളോട് നമുക്ക് ചോദിച്ചറിയാം. ഇവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ ഗോഡൗൺ കുമ്പടിഞ്ഞാമാക്കലുള്ള തോംസൺ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു മുതലാളിയുടെ സ്വകാര്യ കെട്ടിടത്തിലേക്ക് മാറ്റാനായിട്ട്, പൂർണ്ണമായിട്ട് ഈ ഗോഡൗൺ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതായിരുന്നു ഉദ്യോഗസ്ഥന്മാരുടെ നീക്കമായിരുന്നു നടന്നിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ, ധർണകൾ, സമരങ്ങൾ, ഉദ്യോഗസ്ഥന്മാരെ ഗൗരവ ചെയ്യൽ എന്നീ പ്രതിഷേധ പരിപാടികൾക്കൊടുവിൽ അവർ എന്ത് ചെയ്തു? ഈ നവകേരള സദസ്സിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും എക്സൈസ് മിനിസ്റ്റർക്കെല്ലാം നമ്മൾ പരാതി നൽകിയിരുന്നു. അതിൻ്റെ ഒരു മറുപടിയായിട്ട് അവർ നമ്മളോട് പറയുന്നത്, ഈ ഗോഡൗൺ ചാലക്കുടിയിലും തൃശ്ശൂർ കുരിയച്ചിറയിലുള്ള വെയർഹൗസ് നിലനിർത്തിക്കൊണ്ട് തന്നെ മൂന്നാമതൊരു ഗോഡൗൺ ആയിട്ട് ഈ കുമ്പടിഞ്ഞാമാക്കലുള്ള ഗോഡൗൺ പരിഗണിക്കുന്നു എന്നാണ്. മൂന്നാമതൊരു ഗോഡൗൺ തുടങ്ങാനുള്ള ഒരു കാരണം ഈ സ്വകാര്യ വ്യക്തിയെ സഹായിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് എന്നാണ് അതാണ് അവരുടെ അജണ്ട എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിൽ വലിയ രീതിയിൽ ഉദ്യോഗസ്ഥന്മാർ അഴിമതി നടത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾ
ശക്തമായിട്ടും സംശയിക്കുന്നു. അതിന് കൃത്യമായ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത് ഒരു പ്രപ്പോസലിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ഒരു ഗോഡൗൺ അവിടേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനായിട്ട് പ്രപ്പോസൽ കൊമ്പടിഞ്ഞമാക്കലുള്ള തോംസൺ ഇൻഡസ്ട്രീസിൻ്റെ PT ഡേവിസ് എന്ന മാനേജിംഗ് ഡയറക്ടർ കോർപ്പറേഷന് കൊടുത്തിട്ടുള്ളത്. അത് കൊടുത്തിട്ടുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 21/9/2023 ആ പ്രപ്പോസൽ കൊടുത്തിട്ടുള്ളത്. കൃത്യമായി അത് 21/9/2023 ഈ 21/9/2023 രാവിലെ 8:30ക്കും 9:30ക്കും ഇടയിൽ ഈ കോർപ്പറേഷൻ്റെ കമ്പനി സെക്രട്ടറി ജനറൽ മാനേജറുമായിട്ടുള്ള അഭിലാഷ് യു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അവിടെ ഈ ഗോഡൗൺ സന്ദർശിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് തൃശ്ശൂർ റീജിയണൽ മാനേജറായിട്ടുള്ള സുഗുണൻ എസ്, വിജിത്ത് DIT മാനേജറായിട്ടുള്ള വിജിത്ത്, പിന്നെ വേറൊരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. ഒരു സിൽവർ കാർ, ഇന്നോവ കാറിലാണ് അവരവിടെ വന്നിട്ടുള്ളത്. ശരിക്കും ഇത് കീഴേ എന്നാണ് ഈ മുകളിലേക്ക് പോകേണ്ടത്. ഈ ഒരു പ്രപ്പോസൽ കിട്ടിയതിന് ശേഷം മാത്രം ഇവിടുത്തെ വെയർഹൗസ് മാനേജറും റീജിയണൽ മാനേജറും ഒക്കെ റിപ്പോർട്ട് കൊടുത്തെങ്കിൽ മാത്രമാണ് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ആ ഗോഡൗൺ സന്ദർശിക്കാൻ വരാൻ പാടുള്ളൂ. ഈ ഒരു പ്രപ്പോസൽ കിട്ടുന്നതിന് മുൻപ് തന്നെ അവിടെ ആ കമ്പനി സെക്രട്ടറി അവിടെ വന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ മാനേജിംഗ് ഡയറക്ടർ ഡേവിസനോട് പറഞ്ഞത് പ്രകാരമാണ് അന്ന് കൃത്യം 12:30ക്കും 1 മണിക്കും ഇടയിൽ തൃശ്ശൂർ റീജിയണൽ മാനേജർക്ക് ഈ ഒരു പ്രപ്പോസൽ സമർപ്പിക്കുന്നത്. ഇതിന് മറുപടിയായിട്ട് ആ തൃശ്ശൂർ റീജിയണൽ മാനേജറായിട്ടുള്ള സുഗുണൻ എസ് എന്ന് പറയുന്ന അദ്ദേഹം 23/9/2023 ഈ പ്രപ്പോസൽ സ്വീകരിച്ചിട്ട് ഇത് നല്ലൊരു ഗോഡൗൺ ആണെന്നും ഇവിടെ സൗകര്യങ്ങൾ ചാലക്കുടിയിൽ കുറവാണെന്നും നമുക്ക് മതിയായിട്ടുള്ള സൗകര്യങ്ങളുണ്ടെന്നും എന്നുള്ളൊരു തെറ്റായിട്ടുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുന്നു. ഈ ഗോഡൗണിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഗോഡൗണിൽ പാർക്കിംഗ് സൗകര്യം 15 വണ്ടികളോളം ഇതിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്യാൻ പറ്റും. പുറമെ ഈ ആർക്ക് ശല്യമാകാത്ത രീതിയിൽ ഒരു 40ഓളം വാഹനങ്ങൾ റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ കീഴിൽ പാർക്ക് ചെയ്യാൻ പറ്റും. എല്ലാ സൗകര്യങ്ങളുണ്ട്. വളരെ നല്ല രീതിയിൽ കേരളത്തിലെ മികച്ചൊരു വെയർഹൗസായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തെറ്റായിട്ടുള്ള ഒരു റിപ്പോർട്ട് അദ്ദേഹം ഹെഡ് ഓഫീസിലേക്ക് അയക്കുന്നത്. അങ്ങനെ ആ റിപ്പോർട്ട് അയച്ചതിന് ശേഷം അതിനൊരു മറുപടി എന്നോണം അവിടുന്ന് ഓപ്പറേഷൻ മാനേജർ മീനാകുമാരി എന്ന് പറഞ്ഞ മാഡം 1/11/2023 ഈ റീജിയണൽ മാനേജർക്ക് കത്തയക്കുന്നത്. ഈ വെയർഹൗസ് മാനേജറെ കൂട്ടിപ്പോയി ആ ഗോഡൗൺ സന്ദർശിച്ച് റിപ്പോർട്ട് തോംസൺ ഇൻഡസ്ട്രീസിൻ്റെ ഈ സ്ഥാപനം കണ്ട് പരിശോധിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് 1/11/2023 എറണാകുളം കടവന്ത്ര റീജിയണൽ മാനേജറായിട്ടുള്ള അനൂപ് സാറിന് നിർദ്ദേശം കൊടുക്കുന്നത്. പക്ഷേ ഇവർ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 10/2023 ഈ തോംസൺ ഇൻഡസ്ട്രീസിൻ്റെ ഈ സ്ഥാപനം സന്ദർശിക്കാനായിട്ട് അനൗദ്യോഗികമായിട്ട് വന്നിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവും ആ ഫോട്ടോയിൽ ഡേവിസ് സാറിനും തൃശ്ശൂർ റീജിയണൽ മാനേജർ സുഗുണൻ സാറും കടവന്ത്ര റീജിയണൽ മാനേജർ അനൂപ് സാറാണിത്. ഇതിൽ ടൈം നോക്കൂ നിങ്ങൾ. ഇത് ക്യാമറയിൽ എടുത്ത ഫോട്ടോ ആണ്. കൃത്യമായിട്ട് ഇതിൽ ഡേറ്റ് ഉണ്ട് 30 ഒക്ടോബർ 30, 2023 11:35. ഈ ഒരു സന്ദർശനം കഴിഞ്ഞ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡേവിസ് ചേട്ടൻ വന്ന ഫോർച്യൂണർ കാറിലാണ്, ഇവർ വന്നത് ഒരു വെള്ള സ്വിഫ്റ്റ് കാറിലാണ്. അതിനുശേഷം അവിടെ ഒരു ഫോർച്യൂണർ കാർ വരികയും ആ ഒരു ഫോർച്യൂണർ കാറിൽ നിന്ന് ഒരു കെട്ട് 500-ൻ്റെ ഒരു കെട്ട് നോട്ട് ഈ ഫോർച്യൂണർ കാറിലേക്ക് ഡേവിസ് ചേട്ടൻ്റെ കാറിലേക്ക് വെക്കുകയും ചെയ്തു. അതിനുശേഷം ഒരു 10 മിനിറ്റോളം അവിടെ ഇവർ സംസാരിച്ച് നിൽക്കുകയും ഈ സ്വിഫ്റ്റ് കാറ് മുന്നേ പോവുകയും പൈസ കൊണ്ടുവന്ന ഫോർച്യൂണർ മുന്നേ പോവുകയും ചെയ്തു. അതിനുശേഷം ആ പുറകിൽ ഡേവിസൻ്റെ ഫോർച്യൂണർ കാർ പോവുകയാണ് ചെയ്തത്. ഇത് ഞാൻ ദൃക്സാക്ഷിയാണ്. ഈ പൈസ ഇതിൽ കീഴിൽ വെക്കുന്നത് നമ്മുടെ തൊഴിലാളികൾ പലരും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളിത് ഈ ഫോട്ടോ എടുത്തിട്ടുള്ളത് ഞാനാണ്, എൻ്റെ മൊബൈലിലാണ് ഈ ഫോട്ടോ എടുത്തിട്ടുള്ളത്. ഇത് കൃത്യമായിട്ടുള്ള ഒരു തെളിവാണ്. നിങ്ങൾക്ക് പരിശോധിക്കാം. ഈ കമ്പനി സെക്രട്ടറി 21/9/2023 രാവിലെ 8:30ക്കും 9:30ക്കും അവിടെ ഉണ്ടായിരുന്നത്. അവരെ മൊബൈൽ ടവർ ലൊക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ ഒരു സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാവുന്നതാണ്. ഞങ്ങളിതൊരു എന്താ പറയുക, കള്ളത്തരം ഉണ്ടാക്കി ഒരു വാർത്ത ഉണ്ടാക്കാനോ ഞങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിക്കാനോ വേണ്ടി ചെയ്യുന്നതല്ല. ഇത് ഈ അഴിമതി കഥ പുറത്തറിയണം. ഞങ്ങളുടെ ഉദ്ദേശം അതാണ്. ഇതെന്നു വെച്ച് കഴിഞ്ഞാൽ സർക്കാരിന് ഒരു വർഷം ഈ കോർപ്പറേഷൻ വെയർഹൗസിംഗ് കോർപ്പറേഷന് 60 ലക്ഷത്തോളം രൂപ സർക്കാരിന് വാടക കിട്ടാണ്. സർക്കാരിന് കിട്ടുന്ന റവന്യൂ വരുമാനമാണത്. അതൊരു സ്വകാര്യ വ്യക്തിക്ക് വാടക ഇനത്തിൽ ഒരു വർഷം അത് 1 കോടി രൂപ അയാൾക്ക് 47,000 സ്ക്വയർ ഫീറ്റിന് വാടക കൊടുക്കേണ്ടി വരികയാണ്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പൊതുജനങ്ങൾക്ക് കിട്ടേണ്ട പൈസ ഒരു സ്വകാര്യ വ്യക്തിയുടെ കീശയിലേക്ക് പോകുന്നൊരവസ്ഥ. അത് വലിയ രീതിയിൽ അഴിമതിയാണ്. അതിനെതിരെ നമ്മൾ പ്രതികരിച്ചേ പറ്റൂ. ഞങ്ങളെ സംബന്ധിച്ചോളം ഇവിടെ തൊഴിൽ സംരക്ഷിക്കുന്നതിനപ്പുറം ഒരു തെറ്റായൊരു സന്ദേശം, ഒരുപാട് കയ്യിൽ പൈസ ഉണ്ട്, ഒരുപാട് പണം ഉണ്ട്, സ്വാധീനമുണ്ട്. ആ പണം വെച്ചിട്ട് ഈ രാജ്യത്ത് എന്ത് നടക്കും, ഈ നാട്ടിൽ എന്ത് നടക്കും, ഉദ്യോഗസ്ഥന്മാരെ വിലയ്ക്ക് വാങ്ങാം, രാഷ്ട്രീയക്കാരെ വിലയ്ക്ക് വാങ്ങാം എന്നുള്ള ഒരു സമീപനം, അത് തെറ്റായിട്ടുള്ള ഒരു സമീപനമാണ്. അതിനെതിരെ ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും പ്രതികരിക്കണം. ഞങ്ങൾ തൊഴിലാളികൾ അതാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് ഒരു ഓഫറൊക്കെ വന്നായിരുന്നു, അവിടെ നിങ്ങൾക്ക് ഇവിടുന്ന് തൊഴിൽ പോയാലും അവിടെ കിട്ടും, ആ രീതിയിലുള്ള ഓഫറുകൾ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറല്ല. ഇതൊരു പൊതുമേഖലാ സ്ഥാപനമാണ്. ഇത് സ്വകാര്യ വ്യക്തിയുടെ ഗോഡൗണിലേക്ക് കൊണ്ടുപോകാനായിട്ട് നടത്തുന്ന നീക്കം അതിനെ ഞങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും. അതിനുള്ള അഴിമതി പുറത്തു കൊണ്ടുവരണം. ഈ കമ്പനി സെക്രട്ടറി ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരുവനന്തപുരം നേരിട്ട് ഈ കമ്പനി സെക്രട്ടറിയെ കണ്ട് സംസാരിക്കേണ്ടായി. അന്നേരത്തെ ഈ കമ്പനി സെക്രട്ടറി അഭിലാഷ് യു എന്ന് പറഞ്ഞാൽ നേരിട്ട് ഞങ്ങളോട് പറയേണ്ടായ ഒരു കാര്യമുണ്ട്. ഇതിന് നിർദ്ദേശം കൊടുത്തത് മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നാണ്. എക്സൈസ് മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് നിർദ്ദേശം കിട്ടി. ഞങ്ങൾ ഗോഡൗൺ സന്ദർശിച്ചു. അത് ഗോഡൗൺ മാറ്റാനുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കി. ഈ ഇലക്ഷൻ അടുത്ത് കഴിഞ്ഞപ്പോൾ അവർ മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ച് പറഞ്ഞു, ഈ നീക്കം നിങ്ങൾ നിർത്തിവെക്കുക, തൽക്കാലം നിർത്തിവെക്കാൻ പറഞ്ഞു. അത് പ്രകാരം ഞങ്ങൾ നിർത്തിവെച്ചു. ഇനി പന്ത് എക്സൈസ് മിനിസ്റ്ററുടെ ഓഫീസിലാണ്, അവരുടെ കോർട്ടിലാണ്. അവർ തുടങ്ങാൻ പറഞ്ഞാൽ ഞങ്ങൾ തുടങ്ങും,
അവർ നിർത്താൻ പറഞ്ഞാൽ ഞങ്ങൾ നിർത്തും. ഈ ഒരു അവസ്ഥയാണെന്നാണ് അദ്ദേഹം ഞങ്ങളോട് നേരിട്ട് ബോധ്യപ്പെടുത്തിയത്. പക്ഷേ ഈ ഇലക്ഷൻ കഴിഞ്ഞു തകൃതിയായിട്ട് ഇവർ ആ ഗോഡൗൺ അങ്ങോട്ട് മാറ്റാനുള്ള നീക്കങ്ങൾ നടത്തുന്നതായിട്ട് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. കഴിഞ്ഞ 13-ാം തീയതി, അതായത് തോംസൺ ഇൻഡസ്ട്രീസ് അവരുടെ മുതലാളിമാരുടെ അപ്പൻ്റെയും അമ്മയുടെയും ആണ്ട് ദിവസമായിരുന്നു. അന്ന് ആ ഒരു സദ്യ കഴിഞ്ഞ് ആ ഫോർച്യൂണർ കാറിൽ നമ്മളുടെ റീജിയണൽ മാനേജറായിട്ടുള്ള അനൂപ്, ആ ഫോർച്യൂണർ കാറിൽ ഈ ഡേവിസൻ്റെ ഈ ജോൺസന്റെ മകനുണ്ട്, മൂത്ത മകൻ, അവരുടെ വീഡിയോ ഉണ്ട്. അവർ വന്ന് അവിടെ ഇറങ്ങുകയും ഈ ഗോഡൗൺ പോലെ റാമ്പ് ഉയർത്തി കെട്ടി അവിടെ സാധാരണ തരനിരപ്പിലാണ് ഗോഡൗൺ ഉള്ളത്. ആ ഗോഡൗൺ സയൻറ്റിഫിക് ആയിട്ട് നിർമ്മിച്ചതല്ല, ഇത് സയൻറ്റിഫിക് ആയിട്ട് നിർമ്മിച്ച ഗോഡൗണാണ്. പാമ്പോ പഴുതാരോ എലിയൊന്നും കയറാൻ പറ്റാത്തൊരു ഇതാണ്. ഇവിടെ റാമ്പുണ്ട്, ഇതുപോലെ മരത്തടിയൊക്കെ പിടിപ്പിക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൊടുക്കാനായിട്ട് അവിടെ ആർമ നേരിട്ട് വരികയാണ് ഉണ്ടായത്. അത് നമ്മൾ നേരിട്ട് തൊഴിലാളികൾ അവിടെ കാണുകയാണ്. ഇങ്ങനെ ആ ഒരു പണിയുടെ നിർദ്ദേശം നടക്കുന്നത്. അതുപോലെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, റോഡ് മാന്തി 2 അടിക്ക് റോഡ് കുഴിയാക്കി ഇവിടുത്തെ പോലെ ആക്കാനായിട്ട് ബിൽഡിങ് തറനിരപ്പിൽ പണിയുകയും അത് സയൻറ്റിഫിക് അല്ല എന്ന് മനസ്സിലായി, പോരായ്മകളുണ്ടെന്ന് മനസ്സിലാക്കി അവരിപ്പോൾ റോഡ് കുഴിച്ച് ചെയ്യുന്ന നിർമ്മാണ പ്രവർത്തികളാണ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് വലിയ രീതിയിൽ അഴിമതിയാണ്. അപ്പോൾ ഈ അഴിമതി നടത്തുന്നത് ഉന്നതരാരൊക്കെയാണ്? അത് രാഷ്ട്രീയ കക്ഷികളുണ്ടോ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുണ്ടോ? അതൊരു വിജിലൻസ് കേസായിട്ട് മുന്നോട്ട് പോകണം. അത് പൊതുജനങ്ങളിലേക്ക് എത്തണം. ഞങ്ങളെപ്പോലുള്ള തൊഴിലാളികൾ 100 തൊഴിലാളികൾ, 50 ഡ്രൈവേഴ്സ് ഉണ്ട്, 50 ചുമട്ട് തൊഴിലാളികളുണ്ട്. ആ തൊഴിലാളികൾ പട്ടിണിയുടെ വക്കിലേക്ക് പോകും. ഞങ്ങൾക്ക് ഇവിടെ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ 20,000 തികയാത്തൊരു അവസ്ഥയാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു പുതിയൊരു ഗോഡൗണായിട്ട്, 3ാമതൊരു ഗോഡൗണായിട്ട് അവിടെ വരികയാണെങ്കിൽ ഇവിടെ ആകെ 11 ഷോപ്പ് 30 ബാറുകളാണ് കയറിപ്പോകുന്നത്. ഇതിൻ്റെ ഒരു പകുതി ഷോപ്പും പകുതി ബാറും അങ്ങോട്ട് പോകും. ഒരു കിട്ടുന്ന വരുമാനം ഒരു പകുതിയായിട്ട് കുറേ ഒരു 10,000 രൂപയായിട്ടൊക്കെ ചുരുങ്ങും. ഞങ്ങളെ സംബന്ധിച്ചുള്ളത് ഒരു ഗവൺമെൻറ് സ്ഥാപനമാണ്. ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനം ഇത് തുടർച്ചയായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് പ്രകാരം ഞങ്ങൾ മക്കളെ പഠിപ്പിക്കാൻ, മക്കളെ കെട്ടിക്കാൻ, വീട് വെക്കാൻ, അങ്ങനെ പല ആവശ്യങ്ങൾക്കായിട്ട് ഞങ്ങൾ വലിയ തുകകളിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയും അതുപോലെ കുറികൾ വിളിച്ച് അതുപോലെ വീടിൻ്റെ ആധാരം പണയം വെച്ച് അങ്ങനെ ബാങ്കിലേക്കുള്ള ഒരു അവസ്ഥയാണ്. ഈ ഒരു വരുമാനം നിലച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ തടയ്ക്കും? ഏതെങ്കിലും ഒരു തൊഴിലാളി ആത്മഹത്യ ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ ഒരു കുടുംബം ആത്മഹത്യ ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ മുഴുവൻ വരും. അത് ഈ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും. ഇങ്ങനെയുള്ളൊരു അവസ്ഥ ഈ നാട്ടിൽ ഉണ്ടാവാതിരിക്കാൻ ഇതിന് ശക്തമായിട്ട് എതിർപ്പുണ്ടാവണം. ഈ ഒരു ഇത് നിർത്തിവെക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ ഇത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് തൊഴിലാളി എന്ന് പറയാനുള്ളത്. ഇതിൽ അഴിമതിയുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം, രാഷ്ട്രീയക്കാർക്കും അറിയാം. ഒരു വർഷം ഒരു 60 ലക്ഷത്തോളം രൂപ കിട്ടുന്ന നിലയ്ക്കാൻ പോകുന്നു സർക്കാരിൻ്റെ റവന്യൂ വരുമാനം. അത് 1 കോടിയിലധികം രൂപ ആ തോംസൺ ഇൻഡസ്ട്രീസിൻ്റെ മുതലാളിക്ക് ലഭിക്കാനാണ് പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് വൻ തുക വാഗ്ദാനം ചെയ്തതിന് ശേഷമാണ് ഈ ഗോഡൗൺ ഇവിടുന്ന് മാറ്റിക്കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. ഇതിൽ സുഗണൻ എസ് എന്ന് പറഞ്ഞ ആൾ ഈ ചാലക്കുടി ഗോഡൗൺ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഡറാണ് ഇട്ടത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ. പക്ഷേ ഞങ്ങളുടെ ആ ചെറിയൊരു സമരങ്ങളും അതുപോലെ തന്നെ ആ അനൂപ് ആർ എന്നുള്ള ഉദ്യോഗസ്ഥനെ ഞങ്ങൾ തടഞ്ഞു വെച്ചൊരു ഗൗരവ ചെയ്യുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികളുമായിട്ട് ആലോചിക്കാതെ ഒരു കാര്യവും ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് ഇവരിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ മറ്റുള്ള പണികളായിട്ട് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്കിത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഇത്രമാത്രം തൊഴിലാളികളെ പട്ടിണിയിലേക്കും ദുരിതത്തിലേക്കും തള്ളിവിടുന്ന ഈ സർക്കാരിൻ്റെ നയം തന്നെ വ്യതിചലിക്കുകയാണ്. കേന്ദ്രത്തിനെതിരെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന ഈ LDF സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാതെ വൻ കൊത്തക മുതലാളിക്ക് അദ്ദേഹത്തിൻ്റെ ഗോഡൗണിലേക്ക് ഇത് മാറ്റിക്കൊണ്ടുപോകാനായിട്ട് പോകുന്നത്. അപ്പോൾ ചങ്ങാത്ത മുതലാളിത്തം എന്ന് തന്നെ പറയാം, ക്രോണിക്കൽ ക്യാപിറ്റലിസം, അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും എതിർക്കപ്പെടേണ്ടതാണ്. സർക്കാർ വെയർ ഹൗസിൽ ഇരിക്കുന്ന ഒരു ഐറ്റമാണ്, സർക്കാരിനാണ് അതിൻ്റെ വരുമാനം കിട്ടുന്നത്. അപ്പോൾ ഈ വെയർ ഹൗസ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള ഡ്രൈവർമാരെ വണ്ടികളുടെ ഭാഗത്തു നിന്ന് ഒരു എതിർപ്പുണ്ടാവും. ആ എതിർപ്പ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിലവിലിപ്പോൾ ഞങ്ങൾക്ക് നിലവിൽ അടുത്ത 1.5 വർഷത്തേക്ക് എഗ്രിമെൻ്റ് ഉണ്ട്. 1/8/2023 മുതൽ 2 വർഷത്തേക്കാണ് നിലവിലുള്ള എഗ്രിമെൻറ്റ്. ആ എഗ്രിമെൻറ്റ് നിലനിൽക്കുന്ന സമയത്ത് തന്നെ 720 കേസ് കയറ്റാനുള്ള പുതിയ കരാറുമായിട്ട് ബ്യൂറേജ് കോർപ്പറേഷൻ മുന്നോട്ട് പോകണം. ഒരു നിലയ്ക്കും ഞങ്ങളത് സമ്മതിക്കില്ല. കാരണം നിലവിൽ ഞങ്ങളുടെ എഗ്രിമെൻറ്റ് 500 കേസിനാണ് അടുത്ത 2 വർഷത്തേക്ക്. ഇത് നമുക്ക് പറയാനുള്ളത്, ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ 8% 9% പലിശയ്ക്കാണ് നമ്മുടെ ഗവൺമെൻറ് ലോൺ എടുത്തിട്ട് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത്. ഓരോ മാസം നിങ്ങൾക്കറിയാം 3,000 കോടി 2,000 കോടി ലോൺ എടുത്തിട്ടാണ് സർക്കാർ ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത്. ആ ഉദ്യോഗസ്ഥന്മാർ തന്നെ സർക്കാരിൻ്റെ വരുമാനം കുറയ്ക്കുകയും 60 ലക്ഷം രൂപയോളം ഒരു വർഷം സർക്കാരിന് കിട്ടുന്ന വരുമാനം കുറച്ചിട്ട് പുതിയ പ്രൈവറ്റ് മാനേജ്മെൻറ്റ് കീഴിലുള്ള ഗോഡൗണിലേക്ക് മാറ്റുന്നുണ്ട്. അത് മാറ്റുന്നതിന് സഹായകരം ആക്കുന്നതിന് വേണ്ടിയാണ് ഈ വണ്ടികൾ ആദ്യം ഒഴിവാക്കാം. വണ്ടികളോട് ഒഴിവാക്കി കഴിഞ്ഞാൽ പുതിയ വരുന്ന കരാർ പ്രകാരം വരുന്ന വണ്ടികൾ ഏത് ഗോഡൗണിൽ ഓടാനും അവർക്ക് തടസ്സം ഉണ്ടാവില്ല. അപ്പോൾ വലിയൊരു അഴിമതിയാണ് ഇതിൻ്റെ പുറകിൽ നടക്കുന്നത്. എൻ്റെ ഈ പിറകിൽ നിൽക്കുന്ന തൊഴിലാളികൾ നിങ്ങളീ കാണുന്നില്ലേ, ഇവർക്ക് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ല. ഇന്നിവർ നിലനിൽക്കുന്നത്, ഇവർ ഇന്ന് പോരാടുന്നത് ഇവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ്. ചാലക്കുടിയിലെ വെയർ ഹൗസ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ വലിയ അഴിമതിയുണ്ടെന്നും തങ്ങളുടെ കുടുംബം ഇതാ വറചട്ടിയിലേക്ക് പോകുന്നുവെന്ന് കണ്ട് ഇവർ ഒരുമിച്ചിരിക്കുകയാണ്. ഇതിൽ INTUC തൊഴിലാളികളുണ്ട്, CITU തൊഴിലാളികളുണ്ട്. പ്രിയപ്പെട്ടവരെ, അനീതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഈ വെയർഹൗസ് യാതൊരു കാരണമില്ലാതെയാണ് ഇത് ഈ പറയുന്ന തോംസൺ ഇൻഡസ്ട്രീസിൻ്റെ വെയർഹൗസിലേക്ക് മാറ്റുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് കോഴക്കഥകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. നമുക്കറിയാം ഇതൊക്കെ ഈ മദ്യനയത്തിൽ മാറ്റം വരുത്താനോ ഒക്കെ വരുന്ന രീതിയിലുള്ള കഥകളാണ്. ഇതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്ന സ്വകാര്യ ലോബികളാണ്. ഈ ലോബികൾ ഈ ചാലക്കുടിയിലെ വെയർഹൗസിൻ്റെ പിന്നിലും പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൊമ്പടിഞ്ഞാമാക്കലിലേക്ക് മാറ്റപ്പെടുന്നതെന്നാണ് ഈ തൊഴിലാളികൾ പറയുന്നത്. ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്, സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ. സംഘടിച്ചുകൊണ്ട് തന്നെയാണ് ഈ തൊഴിലാളികൾ അവകാശങ്ങൾ നേടിയെടുത്തിട്ടുള്ളത്. ഇവരുടെ സംഘടിക്കലിൻ്റെ മുന്നിൽ ഏത് ബാഹ്യശക്തികളും തകർന്നടിഞ്ഞ ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ഈ തൊഴിലാളികൾ ഇവർക്ക് ജീവിക്കാൻ വേണ്ടി, അവകാശത്തിന് വേണ്ടി ഇവർ പോരാടുമ്പോൾ ഇതിൻ്റെ പിന്നിൽ നിൽക്കേണ്ടവരാണ് രാഷ്ട്രീയ കക്ഷികൾ. എന്നാൽ ഒരു കക്ഷികൾ സ്വകാര്യ മുതലാളിയുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ഇവരെ സംരക്ഷിക്കുകയില്ല എന്നൊരു നിലപാടിലേക്ക് പോവുകയാണ് എന്ന് സംശയിക്കുമ്പോഴാണ് ഈ പറയുന്ന തൊഴിലാളികൾ ഇന്ന് അവകാശങ്ങൾക്ക് വേണ്ടി ഇവിടെ പോരാടുന്നത്. ഒന്നേ പറയാനുള്ളൂ, ഇതിൽ സർക്കാർ ഇടപെടണം. ഗവൺമെൻറ് സ്ഥാപനം എന്ന നിലയ്ക്ക് ഗവൺമെൻറ്റിന് കിട്ടുന്ന വലിയ വരുമാന സ്രോതസ്സാണ് ഈ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഗവൺമെൻറ് ഇടപെട്ട് ഈ വെയർഹൗസ് ഇവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത്തരം വിഷയത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പ്രശ്നം പരിഹരിക്കാനായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന് തന്നെയാണ് തൊഴിലാളികൾക്ക് പറയാനുള്ളത്. എൻ്റെ ഈ പറയുന്ന നിൽക്കുന്ന നൂറുകണക്കിന് തൊഴിലാളികൾ അവരുടെ ജീവിതം ദുസ്സഹമാകാവുന്നൊരു തീരുമാനത്തിലേക്കാണ് ഈ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ മൂലം മുന്നോട്ട് പോകുന്നത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഗവൺമെൻറ് ഇടപെടും എന്ന് തന്നെയാണ് പ്രതീക്ഷ.